ആടുജീവിതത്തിലെ ഗാനരംഗത്ത് AR റഹ്മാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിന് ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ജോർദാനിലെ ഈ മരുഭൂമിക്കും. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ വരണ്ടതും മടുപ്പിക്കുന്നതുമായ അനുഭവമായിരിക്കും പലരുടെയും മനസ്സിലേക്ക് വരിക. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കാട്, പച്ചപ്പിൻ്റെ യാതൊരു കണിക പോലുമില്ലാത്ത വിജനമായ പ്രദേശങ്ങൾ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ആടുജീവിതത്തിൻ്റെ പ്രധാന ഷൂട്ടിംഗ് കേന്ദ്രമായ ജോർദാനിലെ വാദി റം. ഭൂമിയിലെ ചൊവ്വ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ നാട് സഞ്ചാരികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ചുവന്ന നിറത്തിലെ മരുഭൂമി, അതിനിടയിൽ തവിട്ടു നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന മലകൾ. മരുഭൂമിക്കും ഇത്ര ഭംഗിയുണ്ടെന്ന് വാദി റം കാണിച്ചു തരുന്നു. ജോർദാനിൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് ഏകദേശം 324 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. വാദി റമ്മിലെത്തുമ്പോൾ ആദ്യം തന്നെ സഞ്ചാരികളെ സ്വീകരിക്കുക നേരത്തെ കണ്ട ആ തീവണ്ടിയും റെയിൽവേ സ്റ്റേഷനും റെയിൽപാതയുമാണ്. നൂറ്റാണ്ട് മുമ്പ് സിറിയയിലെ ദമസ്കസ് മുതൽ സൗദി അറേബ്യയിലെ മദീന വരെ സർവീസ് ഉണ്ടായിരുന്ന ഹിജാസ് റെയിൽവേയുടെ ഭാഗമാണ് ഈ പാത. ഓട്ടോമൻ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കുന്നത്. തുർക്കിയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയായിരുന്നു റെയിൽവേ ലൈൻ പണിതത്. ആദ്യഘട്ടത്തിൽ ദമസ്കസിൽ നിന്ന് മദീന വരെ നിർമ്മാണം പൂർത്തിയാക്കി 1908 തുറന്നുകൊടുത്തു. 1300 കിലോമീറ്ററായിരുന്നു ആകെ ദൂരം. ഇസ്താംബൂൾ മുതൽ മക്ക വരെ നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതോടെ 1920 ഈ റെയിൽപാത ഉപേക്ഷിച്ചു. ഇന്നിപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ ട്രെയിനും റെയിൽപാതയും. വാദി റമ്മിൽ ഈ പാതയിലൂടെ എല്ലാ ബുധനാഴ്ചയും കുറഞ്ഞ ദൂരം സഞ്ചാരികൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കാം. ഈ യാത്രക്കിടെ കുതിരപ്പുറത്ത് വരുന്ന സംഘം ട്രെയിൻ ആക്രമിക്കുന്നതും തിരിച്ച് പട്ടാളം ഇവരെ വെടിവെച്ച് പരാജയപ്പെടുത്തുന്നതുമെല്ലാം ദൃശ്യവൽക്കരിക്കും. അക്കാലത്തെ യാത്രയിലെ അനുഭവങ്ങൾ സഞ്ചാരികൾക്ക് മുന്നിലെത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ട്രെയിനിൻ്റെ ദൃശ്യങ്ങളാണ് ആടുജീവിതത്തിലെ പെരിയോനെ റഹ്മാനെ എന്ന പാട്ടിലൂടെ കാഴ്ചക്കാരിലേക്ക് എത്തിച്ചത്. ആടുജീവിതത്തിന് പുറമെ നിരവധി ഹോളിവുഡ് സിനിമകളുടെ ചിത്രീകരണത്തിനും വാദി റം വേദിയായിട്ടുണ്ട്. വാദി റമ്മിലെ പ്രധാന ആകർഷണമാണ് ഡെസേർട്ട് സഫാരി. മരുഭൂമിയുടെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് ഈ യാത്ര നയിക്കുക. സാധാരണ മരുഭൂമിയിലേതിന് വ്യത്യസ്തമായി ചുവന്ന നിറത്തിലുള്ള മണലാണ് ഇവിടെ അധികവും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അൻഫിഷിയ ലിഖിതങ്ങൾ. അറബ് നാടോടി ഗോത്രങ്ങളായിരുന്ന നബാത്തിയൻസ് ശിലാലിഖിതങ്ങളും ചിത്രങ്ങളുമെല്ലാം പാറക്കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഒട്ടകങ്ങളുടെ സഞ്ചാരമെല്ലാം അതിൽ കാണാം. 7 തൂണുകൾ പോലെയുള്ള മലയായ 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം, 2 കൂറ്റൻ പാറകളെ ബന്ധിപ്പിക്കുന്ന ഉംഫ്രുത്ത് റോക്ക് ബ്രിഡ്ജ്, കൂറ്റൻ മലയിടുക്കായ ഗസാലി കാനിയൻ, മനുഷ്യമുഖത്തോട് സാദൃശ്യമുള്ള പാറ തുടങ്ങിയ അത്ഭുതങ്ങളെല്ലാം ഈ യാത്രയിൽ കാണാനാകും. ഇവിടുത്തെ ഏറ്റവും ആവേശകരമായ കാഴ്ച സൂര്യാസ്തമയമാണ്. മലയുടെ മുകളിൽ കയറിയാലാണ് ഈ കാഴ്ച വ്യക്തമായി ലഭിക്കുക. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ചുവന്ന ജ്വാലയിൽ മരുഭൂമി ചുവപ്പ് നിറത്തിലാകും. മണലും ആകാശവും മലകളും എല്ലാം ചുവന്ന നിറത്തിൽ. പാറയുടെ മുകളിൽ തണുത്ത കാറ്റായിരിക്കും. ആ കാറ്റുമേറ്റ് അവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. മരുഭൂമിയുടെ 4 ഭാഗത്തും ചെറിയ ചെറിയ മലകൾ ഉയർന്നു നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. അതിൻ്റെ ചെരുവിലെല്ലാം ധാരാളം ടെൻറ്റുകൾ കാണാം. വ്യത്യസ്ത ക്യാമ്പിംഗ് സൈറ്റുകളാണവ. ഇവിടുത്തെ താമസമെല്ലാം വല്ലാത്ത അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുക. സലാബി ഗോത്രക്കാരാണ് വാദി റമ്മിലുള്ളത്. വിവിധ സഫാരികളും താമസവും ഭക്ഷണവുമെല്ലാം ഒരുക്കുന്നത് ഇവർ തന്നെ. ബദൂവിയൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് ഇവിടുത്തെ ടെൻറ്റുകളിൽ നിന്ന് ലഭിക്കുക. മണലിനടിയിലെ വലിയ കുഴിയിലാണ് ഭക്ഷണം തയ്യാറാക്കുക. ഭക്ഷണം പുറത്തെടുക്കുമ്പോൾ ഗ്രാമീണരായ ജീവനക്കാർ പാട്ടെല്ലാം പാടി ആഘോഷിക്കും. സർബ് എന്നാണ് പ്രധാന ഭക്ഷണത്തിൻ്റെ പേര്. ചോറും ചിക്കനുമെല്ലാം അടങ്ങിയ രുചിയൂറും വിഭവം. രാത്രി ആ ടെൻറ്റുകളിൽ താമസിക്കുമ്പോൾ നമ്മൾ ഏതോ ഏകാന്ത പ്രദേശത്ത് നിൽക്കുന്ന പ്രതീതിയാണ്. മേലെ തെളിഞ്ഞ ആകാശം, അതിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ചുറ്റും പേടിപ്പെടുത്തുന്ന നിശബ്ദത. ഇതുപോലെയൊരു മരുഭൂമിയിലാകുമല്ലോ ആടുജീവിതത്തിലെ നജീബ് വർഷങ്ങളോളം ജീവിച്ചത്. രാവിലെ മറ്റൊരു കാഴ്ചയാകും വാദി റം സമ്മാനിക്കുക. പുലരിയിലെ സൂര്യകിരണങ്ങളേറ്റ് മരുഭൂമിയിലെ മലനിരകൾ വെട്ടിത്തിളങ്ങുന്നുണ്ടാകും. മണൽപ്പരപ്പിൽ രാത്രിയിലെ തണുപ്പ് അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടാകില്ല.